ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ സെൻസാവി ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പുൽക്കൂട് മത്സരം ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട് നമ്മുടെ പള്ളിയിൽ. അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ പുൽക്കൂട് ഒരുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏട്ടന്മാരൊക്കെ പുൽക്കൂട് ബാക്കിൽ നിന്ന് റെഡിയാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ആദ്യ പണിപ്പുരയിലാണ്. ാട്ടെ ഇതാ പിന്നെ നമ്മുടെ വിജുമാമൻ രണ്ടുപേരും നേരത്തെ ഭയങ്കര പണിയിലായിരുന്നു. അപ്പോൾ എനിക്ക് ശബ്ദം കേൾക്കുന്നുണ്ടായില്ല. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ യൂണിറ്റിൻ്റെ മുഖ്യ പുൽക്കൂട് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ പണി തുടങ്ങിക്കഴിഞ്ഞു. വളരെ വാശിയേറിയ മത്സരമാണ് നമ്മുടെ ഇടവകയിൽ നടക്കുന്നത്. ഓക്കെ മാമൻ പറഞ്ഞോ. ഓക്കെ. അപ്പോൾ ഇതാ ബിജുമാമൻ പറയുന്നത് ഇവർ 3 സെറ്റിങ്സ് ഓൾറെഡി ഇവർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇനി അവരത് ഫില്ലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓക്കെ ബാക്കിയെല്ലാം നമ്മൾ ബഡാബോസ് നൈജിലുണ്ട്. നൈജിലാണ് ഇതിൻ്റെ ഡിസൈൻ വർക്ക് മൊത്തം ചെയ്യുന്നത്. അതിൻ്റെ പ്ലാനാണ് നമ്മളിവിടെ വരച്ചെടുക്കുന്നത്. ഓക്കെ. അവരിവിടെ ഒരു ചെറിയ പ്ലാനൊക്കെ വരച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. നമ്മളെ വല്യപ്പനാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ടീം ലീഡർ. അപ്പോൾ വല്യപ്പൻ കത്തിയൊക്കെ മൂർച്ചയാക്കുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടീമായിട്ട് ഇപ്പോൾ പുല്ല് അരിയാൻ വേണ്ടി പോവുകയാണ്. നല്ല നെയ്പുല്ല് നമ്മളെ പാറക്കുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ യൂണിറ്റുകാർ ടീമായിട്ട് ഇറങ്ങാണ് കേട്ടോ. പുല്ല് അരിയാൻ വേണ്ടിയിട്ട് ടീം പോകുന്നുണ്ട്. അമ്മ, നീയ, നമ്മുടെ ലൈല ആൻറ്റി, പിന്നെ അമ്മമ്മ അപ്പുറത്തുണ്ട്. ഞാൻ അമ്മേനെ കാണിച്ചു തരാം. ഓക്കെ. നമ്മളെ അമ്മമ്മ പുല്ല് ചെത്താൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അവരുടെ കൂടെ. അങ്ങനെ ഞാനും മീനും കൂടിയിട്ട് പുല്ല് നമ്മുടെ പുൽക്കൂടിന് വെക്കേണ്ട പുല്ല് പറിക്കാൻ പോവുകയാണ്. പറിക്കാനല്ല, പറിക്കാൻ തന്നെ പുല്ലെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല നെയ്പുല്ലെന്ന് ഞങ്ങൾ പറയാം കേട്ടോ. ഈ നമ്മൾ പുൽക്കൂടിൻ്റെ മുകളിൽ വെക്കുന്ന പുല്ലുണ്ടല്ലോ, നല്ല നെയ്പുല്ലെന്നാണ് പറയാം. അപ്പോൾ ഞങ്ങളുടെ അമ്മയും ടീമൊക്കെ നേരത്തെ പോയി. ഞാൻ പിന്നെ നമുക്ക് കുറച്ച് കാച്ചിൽ പറിക്കാനുള്ളതുകൊണ്ട്, ഇളക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയതാണ്. അപ്പോൾ ഏതായാലും മീനുമാവ ഇപ്പോൾ വന്നു. മീന് തിരുപ്പാലസൊക്കെ പോയിട്ടുണ്ടായേ. അതുകൊണ്ട് ഇപ്പോൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാവേ. ഇതാണ് മമ്മനാട്. ഇപ്പം ഇവിടെ തീയെല്ലാം കത്തിച്ചിട്ട് മൊത്തം ഉണങ്ങിയിട്ട് ഇതായിന്. ഇപ്പം പുല്ല് പറിക്കാൻ പോകുന്നതാണ്. അപ്പോൾ മീന് പറയുന്നത് കണ്ടോ, നമ്മുടെ ഇവിടെ മുമ്പ് റബ്ബറായിരുന്നേ, മൊത്തം റബ്ബറായിരുന്നു പള്ളിയുടെ. അപ്പോൾ ആ റബ്ബർ അതിൻ്റെ പ്രായം കഴിഞ്ഞപ്പോൾ അത് ഷോർട്ട് അടിക്കുക എന്നാണ് പറയുക. അതങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഭയങ്കര കാടായിരുന്നേ. അപ്പോൾ ഒരു വള്ളി ഉണ്ടല്ലോ, റബ്ബറിൽ പുല്ല് വരാതിരിക്കാനുള്ള ഒരു വള്ളി നടാറുണ്ട്. അപ്പോൾ ആ വള്ളി ഭയങ്കരമായിട്ട് വളർന്നു വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 ഭാഗത്തുള്ളവരും ചേർന്നിട്ട് ഇത് കത്തിച്ചു. അപ്പോൾ കത്തിച്ചെടുത്തൊന്നും പിന്നെ അത് മുളച്ച് വന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ മുകളിൽ കാണുന്നതാണ് ഞങ്ങളുടെ സിമിത്തേരി കേട്ടോ. അവിടെ പണി നടക്കുകയാണ്. ഇതിതാ റോഡിലെത്തി. ഇവിടെ പ്രശാന്ത് ഉണ്ട്. സിമിത്തേരി ഇപ്പൊ മേലോട്ട് പോകുന്നതാണ്. കുറച്ച് ദൂരം ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, പാറ നിറഞ്ഞ പ്രദേശമാണ് ഞങ്ങളുടെ ഒരു പ്രദേശം. ഞങ്ങളുടെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥലത്തിൻ്റെ പേര് കുണ്ടപ്പാറ എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ നാടിൻ്റെ ഭാഗമാണ്. കുണ്ടപ്പാറ എത്തിയിട്ടില്ല. അവിടെയാണ് നല്ല പാറയുള്ളത്. അപ്പോൾ പാറയിൽ നല്ല നെയ്പ്പുല്ല് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നടന്ന് കുണ്ടപ്പാറ എത്താൻ പോവാണ്. മീനൊക്കെ ക്ഷീണം പിടിച്ചിട്ടുണ്ട്. അയ്യോ ഇല്ലേ, ഇതാണ് ഞങ്ങളുടെ കുരിശടി കേട്ടോ. ഞങ്ങൾ പണ്ട് അപ്പുറത്ത് കുണ്ടപ്പാറ പോകുന്ന സമയത്ത്, എൻ്റെ ആൻറ്റീൻ്റെ വീട് കുണ്ടപ്പാറയാണ്, അമ്മൂൻ്റെയൊക്കെ. അപ്പോൾ അവിടെ പോകുന്ന സമയത്തൊക്കെ ഞങ്ങളിവിടെ കുരിശ് നമ്മുടെ 5ാം യൂണിറ്റിൻ്റെ കുരിശായിരുന്നു. ഇപ്പോൾ അത് 1ാം യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ടീമിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ കുണ്ടപ്പാറ, പാറ നിറഞ്ഞ നാട്.
മുമ്പൊക്കെ ഇവിടെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പക്ഷേ ഇവിടെ ഇപ്പോൾ വീടൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ പേടിക്കേണ്ടതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ നെയ്പ്പുലി ഇങ്ങനെ വളർന്നിട്ടുണ്ട്. ഞങ്ങളുടെ മീനുമാവ ഓടി അവിടെ എത്തിയിട്ടുണ്ട്. ഒരു കാലത്തെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ കുണ്ടപ്പാറ ഈ ഒരു പ്രദേശത്തൊക്കെ വരാൻ ഒരുപാട് ഒറ്റക്കൊന്നും ഞങ്ങൾ വരാറേ ഇല്ല കേട്ടോ. അത്രയും ഒരു പേടിപ്പെടുന്ന സ്ഥലമാണ്. പക്ഷെ നല്ല വ്യൂ ആണ്. പക്ഷെ ഒറ്റക്കൊന്നും നമുക്കങ്ങനെ വരാൻ വേണ്ടി സാധിക്കാറില്ല. ഇപ്പോൾ കുറേ വീടുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതാ നമ്മളെ ലൈലാൻഡ് ഇതാ പുല്ലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടേ. പിന്നെ കരയിൽ വെച്ചുകൊണ്ട് പോവാം. അതെ അതെ. ഈ കയറ് നമ്മുടെ തന്നെ അല്ലേ? എന്നാ ഈ കയറിൽ കൊണ്ടുവച്ചാ പോരെ. ആ കുഴപ്പമില്ല. നമ്മുടെ അമ്മയും അമ്മമ്മയും മീനും ഒക്കെ പുല്ല് ചെത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നെയ്പുല്ല് ലൈലാൻഡിനൊക്കെ പറഞ്ഞു. ലൈലാൻഡ് വീണ്ടും പുല്ല് പറിക്കാൻ തുടങ്ങി. ഗൈസ് അങ്ങനെ ഞങ്ങളിതാ പുല്ലൊക്കെ പറിച്ചെടുത്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്. നമ്മളെ നേരത്തെ കുന്ന് കയറിയിട്ടല്ലേ, അപ്പോൾ ഇതാ നമ്മൾ കുന്ന് ഇറങ്ങി വരികയാണ്. കൂടി പോവാം. ഞാനും മീനും കൂടി പോവാം. അങ്ങനെ പുല്ലൊക്കെ അരിഞ്ഞ ശേഷം അമ്മയും അമ്മമ്മയും അതേപോലെ ലൈലാൻഡിയൊക്കെ പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട്. അവരങ്ങ് ദൂരെ നിന്ന് വരുന്ന കാഴ്ചയാണ്. റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലൂടെ അവർ നടന്നു വരികയാണ്. ഗായ്സ് ഗുഡ് ഈവനിങ്. നമ്മളിതാ വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരമാണ്. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പുൽക്കൂട് മത്സരത്തിൻ്റെ ഭാഗമായിട്ടിതാ നമ്മൾ പുൽക്കൂട് റെഡിയായി വരുന്നു. നമ്മുടെ മറ്റു യൂണിറ്റിൽ നിന്ന് ആൾക്കാരൊക്കെ കാണാനിതാ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മളങ്ങനെ മറ്റ് യൂണിറ്റുകാരെയും നമ്മൾ അടുപ്പിക്കാറില്ല. ഇതിപ്പോൾ ബിജോയും നമ്മളെ അമ്പിളിയൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ യൂണിറ്റിൻ്റെ പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ ഏതായാലും ഇതാ ലാസ്റ്റ് ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതവിടെയല്ലേ, ഉള്ളിലല്ലേ? വരുന്നു നമ്മുടെ വിജയമാമൻ്റെയും നൈജിലേട്ടൻ്റെയും ഇതാ പരിശ്രമമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട്. പുൽക്കൂടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സൈഡിൽ വെക്കാനുള്ള ഇതാ നമ്മൾ പുൽക്കൂടിൽ വെക്കാനുള്ള ചെറിയ വീടുകളുടെ മേൽക്കൂരയൊക്കെ മരത്തിൻ്റെ തോല് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. മാമനും ഏട്ടനും കൂടി നല്ല സൂപ്പറാക്കുന്നുണ്ട്. ഇതാണ് പുൽക്കൂടിൻ്റെ പള്ളിയിൽ വെക്കേണ്ടതാണേ. പുൽക്കൂടിൻ്റെ ലൈറ്റ് ഇത് ക്ലിയർ കുറവാണ്, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വേണ്ട, അകത്തൊരു കൂട്, ഇത് വേറൊരു കൂട്. അതെ കണ്ട ഗൈസ്, ഓരോ വീടിൻ്റെ ഉള്ളിലും അതിന് സീനറി ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ.
ഇതാ ഇത് മൂന്നാമത്തെ വീട്. മൂന്നാമത്തെ വീട്ടിൽ നല്ല സീനറിയാണ്. നല്ല ഇതാ വിൻ്റർ സീസണിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ ലൈറ്റില്ലാന്ന് പറഞ്ഞു, പക്ഷെ ഇത് കണ്ടോ, ഇത് നല്ല കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ സീനറിയൊക്കെ ആയിട്ട്. 3 വീട് ഇതാ നല്ല നല്ല നിരനിരയായി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഓക്കെ. അതിനുള്ളിലാണ് പുൽക്കൂട് വരുന്നത് അല്ലേ? കൊട്ടാരങ്ങളെല്ലാം എല്ലാം മേലെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മള്. ഓക്കെ. 23-ാം തീയതി നമ്മുടെ സെന്റ് മേരീസ് ചർച്ച പരിഹാരത്തിൽ നമ്മളിത് പ്രദർശിപ്പിക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതാ, അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരാം. ഓക്കെ. ഇത് നട്ടുച്ചയ്ക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിയർ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, നമ്മുടെ ഇതാ പുൽക്കൂടിനുള്ളതാ വെള്ളം അരുവി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അത് വന്നതാ ഇവിടെ കറക്റ്റ് നമുക്ക് വെള്ളത്തിൻ്റെ ശബ്ദവും കേൾക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഇത് ഇതാ നമ്മുടെ രാജാക്കന്മാരൊക്കെ അതാ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഈശോ ജനിക്കണത്രേ. ഫുള്ള് നാച്ചുറലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് 3 മണിക്കാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ മത്സരത്തിൻ്റെ ഇത് ജഡ്ജ്മെൻറ്റ് വരുന്നത്. പാറയെടുക്കുകൾ, ആട് പുല്ല് തിന്നുന്നു. ഇപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ അണിയറ പ്രവർത്തകരാണ് നമ്മുടെ ബിജുമാമയും വല്യപ്പൻ, നമ്മുടെ ഇതാ നൈജിലേട്ടനും. നമ്മുടെ പുൽക്കൂട് റിസൾട്ട് ഇതാ ജഡ്ജ്മെൻറ്റ് നമ്മുടെ ബ്രദേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ അച്ഛന് അനിലേട്ടനൊക്കെ ഇട്ടത് അരുൾ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടേ ഇല്ല. ഗായ്സ്, നമ്മുടെ പുൽക്കൂട് ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ വന്ന് നോക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാനതിൻ്റെ ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരാം. ഇതാ നമ്മുടെ നൈജിലേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. ഇതാ ബിജുമാമനും നൈജിലേട്ടനുമാണ് ഇത് ഉണ്ടാക്കിയത്. ഇതാ വല്യപ്പൻ അതിനടുത്ത് വെക്കുന്നുണ്ട്. മുകളിൽ നല്ല ട്രീ ഒരുക്കിയിട്ടുണ്ട്. ഇതാ സ്റ്റാർ ഉണ്ട്. ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഇത് നൈറ്റ് പുൽക്കൂടൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടെ പുൽക്കൂട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ ഗൈസ്. ഉണ്ണീശോ പറക്കാനായിട്ടില്ല ശരിക്കും. അപ്പം ഞങ്ങൾ പക്ഷെ ഇന്ന് മത്സരമായതുകൊണ്ട് നേരത്തെ ഉണ്ണീശനെ വെച്ചതാണേ. പുൽക്കൂട് നമ്മൾ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. പുൽക്കൂടിൻ്റെ അണിയറ പ്രവർത്തകരാണ് നമ്മുടെ ബിജുമാമനും നൈജിലേട്ടതാ. അടിപൊളിയായിട്ട് അവർ തകർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗൈസ്, നമ്മുടെ പുൽക്കൂട് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടേ. നമ്മൾ പള്ളിയിൽ നിന്ന് സമ്മാനമൊക്കെ വാങ്ങിച്ചു. നമ്മുടെ മാമനും നൈജിലേട്ടനും പള്ളിയിൽ ഒരുക്കിയ പുൽക്കൂടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ 3 ടൈപ്പ് വീടുകളൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ അത് റെഡിയാക്കി വരുമ്പോഴേക്കും ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്
ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് കേട്ടോ. അത് എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും അവർ വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പുൽക്കൂട് ഒരുമിച്ച് ചെയ്ത 2 പേർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു.